നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. നാലാം ദിവസവും പശ്ചിമേഷ്യ സംഘർഷഭരിതം. ഇറാനിൽ മരണം 787. US ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്നും ഗൾഫ് രാജ്യങ്ങളിലെ വിവിധയിടങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ. യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് റഷ്യ. നതാൻസ് ആണവ നിലയത്തിന് നേരെ ആക്രമണമുണ്ടായതായി സ്ഥിരീകരിച്ച് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. ആണവ വികിരണത്തിന് സാധ്യതയില്ലെന്നും ഏജൻസി. ഗൾഫ് മേഖലയിൽ ആക്രമണങ്ങൾ കുറയുന്നു. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് UAE. കുവൈറ്റ്, ഒമാൻ, ഖത്തർ എന്നീ രാഷ്ട്രത്തലവന്മാരുമായി സംസാരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ഇന്ത്യയിലെത്തിക്കാൻ പ്രത്യേക സർവീസുകൾ തുടങ്ങുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ എണ്ണ വിതരണത്തിൽ തടസ്സം. ആഗോള ഇന്ധനവില കുതിക്കുന്നു. ഇന്ത്യയിൽ എണ്ണവില ഉടൻ കൂടില്ല. 50 ദിവസത്തേക്ക് കരുതൽ ശേഖരം. റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാൻ ശ്രമം. 1 കോടി ഇന്ത്യക്കാരുടെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ച് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ സഹായവും ഉറപ്പുവരുത്തും. എംബസികളും കോൺസുലേറ്റുകളും പ്രവർത്തന സജ്ജം. ടെഹ്റാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KK ശൈലജ പേരാവൂരിൽ മത്സരിക്കും. VK സനോജ് മട്ടന്നൂരിൽ. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള. സ്ഥാനാർത്ഥി പട്ടിക കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. തവനൂരിൽ വീണ്ടും അംഗത്തിലിറങ്ങാൻ KT ജലീൽ. എലത്തൂരിലെ K ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി NCPയിൽ തർക്കം രൂക്ഷം. പ്രാർത്ഥനാ പുണ്യം തേടി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ദേവിയുടെ ഇഷ്ടനിവേദ്യങ്ങൾ സമർപ്പിച്ച് ഭക്തർ. ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ്. പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ അശാന്തമായി തുടരുകയാണ്. ടെഹ്റാനിലും ബെയ്റൂട്ടിലും ഇസ്രയേൽ ഇന്നും ശക്തമായ ആക്രമണം നടത്തി. സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ. അതേസമയം ഇറാനും ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. ഇറാനിലെ ആക്രമണങ്ങളിൽ ആകെ മരണം 787. അതിനിടെ ടെഹ്റാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഇറാനിലെ നതാൻസ് ആണവ നിലയത്തിന് നേരെ ആക്രമണം ഉണ്ടായതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചു. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനിലെ ആക്രമണം ശക്തമാക്കുകയും ഒപ്പം ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുകയാണ്. ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയായ ലീഡർഷിപ്പ് കോമ്പൗണ്ടിന് നേരെ പുലർച്ചെയാണ് ബോംബാക്രമണം ഉണ്ടായത്. ഇറാൻ പ്രസിഡന്റിന്റെ ഓഫീസും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ആസ്ഥാനവും ആക്രമണത്തിൽ തകർന്നു. ഇറാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളെ തകർക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ആക്രമണമെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ടെഹ്റാനിലെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ബോംബാക്രമണം നടന്നതായാണ് റിപ്പോർട്ട്. ഇറാനിലെ ഔദ്യോഗിക വാർത്താവിതരണ സംവിധാനത്തിന് നേരെയും ശക്തമായ ആക്രമണമുണ്ടായി. ഇറാനിലെ കെർമൻ പ്രവിശ്യയിലുണ്ടായ ആക്രമണത്തിൽ 13 സൈനികർ കൊല്ലപ്പെട്ടതായി ഇറാൻ അറിയിച്ചു. ലെബനന് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കുന്നതിനൊപ്പം തെക്കൻ ലെബനനിൽ പുതിയ കരയുദ്ധത്തിനും തുടക്കം കുറിച്ചു. ഇറാൻ റെഡ് ക്രസന്റ് സൊസൈറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രാജ്യം കനത്ത നാശനഷ്ടങ്ങളാണ് നേരിടുന്നത്. ചുരുങ്ങിയത് 153 നഗരങ്ങളെ ആക്രമണങ്ങൾ നേരിട്ട് ബാധിച്ചു. ഇറാനിലെ നതാൻസ് ആണവ നിലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രവേശന കവാടത്തിലെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത ശേഷമാണ് ഏജൻസി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ ആണവ വികിരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും അധികൃതർ അറിയിച്ചു. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ഇറാന്റെ ആക്രമണവും തുടരുകയാണ്. US ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 165 കുട്ടികൾക്ക് ഇറാനിൽ കൂട്ടസംസ്കാരം നടത്തി. വികാരനിർഭരമായ കാഴ്ചകളാണ് സംസ്കാരത്തിനിടെ അരങ്ങേറിയത്. യുദ്ധഭീതിയെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ വാതകവില കുതിച്ചുയരുകയാണ്. തിങ്കളാഴ്ച 50% വർദ്ധിച്ച വില ഇന്ന് വീണ്ടും 30% കൂടി ഉയർന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ആശങ്കകൾ പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ലെങ്കിലും പൊതുവെ സമാധാനപരമായിരുന്നു ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ദിവസം. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് UAE വ്യക്തമാക്കുന്നു. UAEയുടെ നിലപാട് അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ സംഘർഷത്തിലേക്ക് എത്തിയതെന്നും UAE അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി റീം അൽ ഹാഷ്മി പറഞ്ഞു. ഇറാൻ ആക്രമണം തുടങ്ങിയതിനു ശേഷം ആദ്യമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അതേസമയം കുവൈറ്റ്, ഒമാൻ, ഖത്തർ എന്നീ രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. അതിനിടെ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ
തിരിച്ചടിക്കാനായി എയർ ഇന്ത്യ പ്രത്യേക വിമാന സർവീസുകൾ നടത്താനും ധാരണയായിട്ടുണ്ട്. ശ്രീരാജ് കൈമളുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീരാജ്, ഇന്ന് ഗൾഫ് മേഖലയിൽ പൊതുവെ സമാധാനപരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആശങ്കകൾ ഒഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ഈ സാധാരണക്കാർക്കൊക്കെ ആശ്വസിക്കാൻ വകയാണ് UAE-യുടെ ഇന്നത്തെ ഒരു വാർത്താ സമ്മേളനം എന്ന് പറയുന്നത്, അല്ലേ? മായ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ദിവസം പൊതുവെ സമാധാനപരമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലെ സാഹചര്യം. പ്രധാനപ്പെട്ടത് UAE ഈ ആക്രമണം തുടങ്ങി 4 ദിവസമായി. അതിനുശേഷം ഇന്ന് ആദ്യമായി UAE-യുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം ഇന്ന് നടന്നു. അതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ തങ്ങളുടെ പ്രദേശം സംഘർഷത്തിന്, അതായത് UAE സംഘർഷത്തിന്റെ ഭാഗമായി ഉപയോഗിക്കില്ല എന്നുള്ള മുന്നറിയിപ്പും ഒക്കെ അവഗണിച്ചാണ് നിലവിലത്തെ ഒരു സംഘർഷം ഉണ്ടായതെന്നാണ് UAE-യുടെ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി റീം അൽ ഹാഷ്മി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പ്രതിസന്ധി നിയന്ത്രിക്കാനും സംഘർഷം രൂക്ഷമാകുന്നത് തടയാനുമുള്ള ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഒപ്പം 200-ലധികം രാജ്യക്കാരുടെ ആവാസ കേന്ദ്രമായ UAE-യുടെ സുരക്ഷയും സ്ഥിരതയും പ്രധാനപ്പെട്ട കാര്യമാണെന്നും അതിനായിരിക്കും പ്രാധാന്യം നൽകുകയെന്നും അവർ പറഞ്ഞു. മറ്റൊന്ന്, ഇവിടുത്തെ വിനോദസഞ്ചാര ബിസിനസ് മേഖലകളിൽ ഇപ്പോഴത്തെ ഈ സംഘർഷം ഏതൊക്കെ രീതിയിലുള്ള ഒരു എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു അവലോകനം നടത്തുമെന്നുള്ള ഒരു കാര്യം അറിയിച്ചു. അത് UAE-യുടെ സാമ്പത്തിക ടൂറിസം കാര്യ മന്ത്രി അബ്ദുള്ള ബിൻ തൗക്കൽ മാറിയാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. അതുപോലെ വിപണി സ്ഥിരത ഉറപ്പാക്കുന്ന നടപടികൾ കഴിഞ്ഞ ദിവസങ്ങളിലും ആവർത്തിച്ച് UAE വ്യക്തമാക്കിയ കാര്യമാണ്. അതായത് വില നിയന്ത്രണം ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങളുടെ അവശ്യ വസ്തുക്കളുടെ കൃത്യമായിട്ടുള്ള ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉറപ്പുവരുത്തുക. ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അതുകൂടാതെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിമാനയാത്രകൾ അനിശ്ചിതമായി തന്നെ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല പൂർണ്ണ തോതിലുള്ള വിമാന സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച്. പക്ഷേ അതിനിടയിലും ഏതാണ്ട് 17,000-ഓളം പേർക്ക് യാത്രാ സൗകര്യം ഒരുക്കിയെന്നും 80-ലധികം വിമാന സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അതുപോലെ തന്നെ മറ്റൊന്ന്, UAE-യിൽ ഈ വിസിറ്റിംഗ് ടൂറിസ്റ്റ് വിസയിലൊക്കെ വന്നിട്ട് UAE-യിൽ തങ്ങിയവർക്കുള്ള താമസ സൗകര്യം, ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും സർക്കാർ തന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. മറ്റൊന്ന്, GCC രാജ്യങ്ങളുമായി ചേർന്ന് ഒരു സുരക്ഷിത വ്യോമ ഇടനാഴി സജ്ജമാക്കിയിട്ടുണ്ടെന്നും 1 മണിക്കൂറിൽ 48 വിമാനങ്ങൾക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നും ഈ വാർത്താ സമ്മേളനത്തിൽ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, നേരത്തെ മായ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ്, ഒമാൻ, ഖത്തർ എന്നീ രാഷ്ട്രങ്ങളുടെ തലവന്മാരുമായി ഇന്ന് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം മറ്റ് GCC രാജ്യങ്ങളുടെ തലവന്മാരുമായും അദ്ദേഹം സംസാരിച്ചിരുന്നു. അപ്പം ഇന്ത്യയുടെ ഒരു പിന്തുണയും ഈ ആക്രമണത്തെ അപലപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, UAE-യിലെ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും മാർച്ച് 6 വരെ ഡിസ്റ്റൻസ് ലേണിംഗ് തുടരുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ അല്പം മുമ്പ് വന്നിട്ടുണ്ട്. പിന്നീടുള്ളത്, ഇന്നത്തെ ദിവസം UAE ഏതാണ്ട് 123 ഡ്രോണുകളും 11 മിസൈലുകളും പ്രതിരോധിച്ചു എന്നാണ്. പക്ഷേ അപകടങ്ങളോ മുറിവുകളോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും, അതായത് ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ. ശ്രീരാജ്, ഒപ്പം ഈ നാട്ടിലേക്ക് എത്തിക്കാൻ, ഈ കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലേക്ക് എത്തിക്കാൻ എയർ ഇന്ത്യ പ്രത്യേക വിമാന സർവീസുകളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളൊരു അറിയിപ്പും കൂടെ നേരത്തെ പുറത്തു വന്നല്ലോ. അപ്പോൾ എത്രത്തോളം ആശ്വാസകരമാണ് ഇതിപ്പോൾ? നിരവധി മലയാളികൾ ഉൾപ്പെടെ ഉണ്ടാവുമല്ലോ. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നിലവിൽ ഈ പ്രത്യേക വിമാന സർവീസുകളാണ് ആരംഭിക്കുന്നതുമായ, അതാണ് ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുള്ളത്. അത് തുടരും എന്നുള്ളത് തന്നെ ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലേക്ക് കൂടുതൽ വിമാനങ്ങൾ കൂടി ആ സർവീസിന് സന്നദ്ധമായി വരുന്നു എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലഭിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ്, അതുപോലെ തന്നെ മസ്കറ്റിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണ തോതിലുള്ള വിമാന സർവീസ് ആരംഭിക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അത് കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള വിമാന കമ്പനികളായ സ്പൈസ് ജെറ്റും ഇൻഡിഗോയും വിവിധ ഗൾഫ് നഗരങ്ങളിൽ നിന്നുള്ള സർവീസുകൾ തുടങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. UAE സംബന്ധിച്ചിടത്തോളം ഫുജേറയിൽ നിന്ന് അവരുടെ വിമാനത്തിന്റെ സമയക്രമം ഇന്ന് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, സ്പൈസ് ജെറ്റിൻ്റെത്. അപ്പൊ അത്തരത്തിൽ വിമാന സർവീസുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനത്തിലേക്ക് എത്താനായിട്ട് കുറച്ച് ദിവസം കൂടി എടുത്തേക്കുമെങ്കിലും ഇത്തരത്തിൽ പതിയെ വിമാന സർവീസുകളെ പൂർണ്ണ തോതിലേക്ക് എത്തിക്കുന്ന നിലയ്ക്കുള്ള ഒരു സംവിധാനം വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ കുടുങ്ങിക്കിടക്കുന്നവർക്കും ട്രാൻസിറ്റ് വിസയിൽ വന്ന് ഇവിടെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ തങ്ങുന്നവർക്കൊക്കെയാണ് അത് കൂടുതൽ ആശ്വാസകരമാകുന്നത്. പതിയെ ആ സംവിധാനം സാധാരണ യാത്രക്കാർക്കും കൂടി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഇപ്പോഴുള്ളത്. പൊതുവെ ഇന്നൊരു സമാധാനപരമായ ഒരു ദിവസമായിരുന്നു ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആക്രമണ ശ്രമങ്ങളെല്ലാം ഉണ്ടായെങ്കിലും അത് ഫലപ്രദമായി തടയാനൊക്കെ സാധിച്ചു. ഇത് നീണ്ടു നിൽക്കട്ടെ, ഈ സമാധാനം എത്രയും പെട്ടെന്ന് പൂർണ്ണതോതിൽ എത്തട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് പറയാൻ സാധിക്കുന്നത്. മായ.
തീർച്ചയായും ശ്രീരാജ് കൈമളാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള എണ്ണ വിപണി കടുത്ത ആശങ്കയിലാണ്. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ഇന്ധന വിതരണം തടസ്സപ്പെടുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. എന്നാൽ ഇന്ത്യയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. 50 ദിവസത്തേക്കുള്ള ഇന്ധന ശേഖരം രാജ്യത്തുണ്ടെന്നും ബദൽ മാർഗങ്ങൾ തേടുകയാണെന്നും സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തോടെ ലോകം വീണ്ടും ഊർജ്ജ പ്രതിസന്ധിയുടെ നിഴലിലാണ്. യുദ്ധം കടുക്കുമ്പോൾ ആഗോള എണ്ണ വിപണി ഉലയുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ കാര്യങ്ങൾ ആശങ്കയിലേക്ക് നീങ്ങുകയാണ്. കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതേസമയം രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $79.44 ഉയർന്നു. US ക്രൂഡ് വിലയിലും സമാനമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. കപ്പലുകളുടെ ഇൻഷുറൻസ് റദ്ദാക്കിയതും ചരക്കുകൂലി വർദ്ധിച്ചതും പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു. യുദ്ധം നീണ്ടാൽ ആഗോള എണ്ണവില $110 വരെ കുതിച്ചേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആഗോളതലത്തിൽ ആശങ്ക പുകയുമ്പോഴും ഇന്ത്യ സുരക്ഷിതമാണെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. രാജ്യത്ത് നിലവിൽ 50 ദിവസത്തേക്കുള്ള ഇന്ധന ശേഖരമുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. ഇതിൽ 25 ദിവസത്തെ ക്രൂഡ് ഓയിലും ബാക്കി 25 ദിവസത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമാണ് ഉള്ളത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന മറ്റൊരു വാർത്ത പെട്രോൾ ഡീസൽ വിലയിൽ ഉടൻ വർധനവ് വരുത്താൻ സർക്കാർ ആലോചിക്കുന്നില്ല എന്നതാണ്. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾക്കാണ് നിലവിൽ മുൻഗണനയെന്നും രാജ്യാന്തര സാഹചര്യം സൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. എങ്കിലും യുദ്ധം ദീർഘകാലം നീണ്ടുനിൽക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെയും ബാധിച്ചേക്കാം. നിലവിൽ 50 ദിവസത്തെ സാവകാശം ഇന്ത്യക്കുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും രാജ്യത്തെ എണ്ണ ഇറക്കുമതിയുൾപ്പെടെ ബാധിക്കും. ന്യൂസ് ഡെസ്ക് അമൃത TV. സൗദി അറേബ്യയും ഇസ്രയേലും ഉൾപ്പെടെ 14 രാജ്യങ്ങളിലെ തങ്ങളുടെ പൗരന്മാരോട് ഉടൻ തിരിച്ചെത്താനും ലഭ്യമായ ഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കാനും US വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും ഗുരുതരമായ സുരക്ഷാ അപകട സാധ്യതകൾ നിലനിൽക്കുന്നതായി വിദേശ മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈൻ, ഈജിപ്ത്, ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ, ജോർദാൻ, കുവൈത്ത്, ലെബനൻ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, UAE, യമൻ എന്നിവ ഈ മുന്നറിയിപ്പിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ അറിയിച്ചു. ഗൾഫ് മേഖലയിൽ നിലവിലുള്ള പ്രതിസന്ധിയിൽ ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലി. GCC രാഷ്ട്രങ്ങൾ കേരളത്തിന് അന്നം തരുന്ന രാഷ്ട്രമാണ്. GCC രാജ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അതിനെ നേരിടാൻ കാര്യശേഷിയുള്ള ഭരണാധികാരികളാണ് ഇവിടെ ഉള്ളതെന്നും MA യൂസഫ് അലി പറഞ്ഞു. തെറ്റായ വാർത്തകളും AI സൃഷ്ടികളും വ്യാപകമായി പ്രചരിക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങളും വാർത്തകളും സൃഷ്ടിച്ച് നാട്ടിലുള്ള അമ്മമാരെയും കുട്ടികളെയും പരിഭ്രാന്തരാക്കരുതെന്നും MA യൂസഫ് അലി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ഒരുപാട് ആളുകൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും പല മീഡിയ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് GCC രാജ്യമെന്ന് പറയുന്നത് നമ്മൾക്ക് അന്നം തരുന്ന രാജ്യമാണ്. മേഖലയിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കുവൈറ്റിലുള്ള ജർമ്മൻ എംബസി താൽക്കാലികമായി അടച്ചു. ഞായറാഴ്ച മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിർത്തിവെച്ചതായും വിസ വിഭാഗം അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവർത്തിക്കില്ലെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. അവശ്യകാര്യങ്ങളുള്ള ജർമ്മൻ പൗരന്മാർ അടിയന്തര സേവന വിഭാഗവുമായി ബന്ധപ്പെടണമെന്നും എംബസി നിർദ്ദേശിച്ചു. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ജീവനക്കാർ വർക്ക് ഫ്രം ഹോം രീതിയാണ് ജോലി തുടരുന്നതെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ തെക്കൻ മേഖലയിൽ ഡ്രോൺ അവശിഷ്ടം വീണതിനെ തുടർന്ന് 2 വൈദ്യുതി ട്രാൻസ്മിഷൻ ലൈനുകൾ താൽക്കാലികമായി പ്രവർത്തനരഹിതമാക്കിയതായി വൈദ്യുതി മന്ത്രാലയം അറിയിച്ചു. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി വൈദ്യുതി ലോഡുകൾ പകരം ലൈനുകളിലേക്ക് മാറ്റിയതിനാൽ വൈദ്യുതി മുടക്കം ഉണ്ടായിട്ടില്ല എന്ന് ഔദ്യോഗിക വക്താവ് എഞ്ചിനീയർ ഫാത്തിമ ഹയാത്ത് വ്യക്തമാക്കി. അടിയന്തര സംഘം സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തുകയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തു. വൈദ്യുതി ഉൽപ്പാദനവും ട്രാൻസ്മിഷൻ സംവിധാനങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് സംസ്ഥാനം. കണ്ണൂർ ജില്ലയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ പുറത്തുവരുന്നു. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് KK ശൈലജ പേരാവൂരിൽ മത്സരിക്കും എന്നതാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള LDF സ്ഥാനാർത്ഥിയാകും. തലശ്ശേരിയിൽ AN ഷംസീറിന് അവസരമില്ല. മറ്റ് സിറ്റിംഗ് MLA-മാർക്ക് 2ാമതും പിണറായി വിജയന് 3ാമതും മത്സരിക്കാൻ അവസരം നൽകിയിട്ടുണ്ട്.
കണ്ണൂർ CPM ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത്. ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ 9ലും CPM സ്ഥാനാർത്ഥികൾ മത്സരിക്കും. മട്ടന്നൂരിൽ 2 തവണ വിജയിച്ച KK ശൈലജയെ മാറ്റി ഡിവൈഎഫ്ഐ നേതാവ് VK സനോജിന് അവസരം നൽകി. പയ്യന്നൂരിൽ TI മധുസൂദനനും കല്യാശ്ശേരിയിൽ M വിജിനും അഴീക്കോട് KV സുമേഷും മത്സരിക്കും. 2 തവണ വിജയിച്ച AN ഷംസീറിന് പകരം തലശ്ശേരിയിൽ കാരായി രാജൻ ജനവിധി തേടും. തളിപ്പറമ്പ് മണ്ഡലത്തിൽ മുൻ മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാറിന്റെ പേര് ഉയർന്നുവന്നെങ്കിലും പ്രാദേശിക എതിർപ്പുകളെ തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശ്യാമളയെ പരിഗണിക്കുകയായിരുന്നു. ഒരേ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായ 2 തവണ വിജയിച്ചവർക്ക് മത്സരാനുമതി നിഷേധിച്ച CPM ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് നൽകി. നിലവിലെ MLAയും KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫ് പേരാവൂരിൽ UDF സ്ഥാനാർത്ഥിയാകുമെങ്കിൽ മണ്ഡലത്തിൽ മത്സരം കടുക്കും. മന്ത്രി എന്ന നിലയിൽ KK ശൈലജ നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ അട്ടിമറി വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM. പേരാവൂരിലെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചോദ്യങ്ങളോട് UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. കണ്ണൂർ മണ്ഡലം കോൺഗ്രസ് എസിനും ഇരിക്കൂർ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും നൽകാൻ LDFൽ ധാരണയായി. ഇവിടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പ്രാരംഭഘട്ടത്തിലാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. തളിപ്പറമ്പ് മണ്ഡലത്തിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എതിർപ്പ്. സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്തരത്തിൽ എതിർപ്പുകളൊക്കെ ഉയർന്നു വന്നത്. PK ശ്യാമളയെ അംഗീകരിക്കാൻ പ്രയാസമുണ്ടെന്നും ഇവർക്ക് ജനങ്ങളുമായി ബന്ധമില്ലെന്നുമാണ് വിമർശനം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയും നിലവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ശ്യാമള മുൻ ആന്തൂർ നഗരസഭ ചെയർപേഴ്സൺ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. തളിപ്പറമ്പിൽ പാർത്ഥ കൺവെൻഷൻ സെന്ററിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് വ്യവസായി സാജൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ PK ശ്യാമളയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. തവനൂരിൽ ഇടതു സ്വതന്ത്രനായി ഇത്തവണയും KT ജലീൽ തന്നെ മത്സരിക്കും. വീണ്ടും അംഗത്തിനിറങ്ങാൻ KT ജലീലിനുമേൽ CPM നേതൃത്വം സമ്മർദ്ദം ശക്തമാക്കുകയാണ്. ജലീലിനോട് മത്സരിക്കാൻ CPM സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജലീൽ വീണ്ടും മത്സരിച്ചാൽ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. CPMനുള്ളിൽ മാത്രമല്ല LDFന്റെ മറ്റ് ഘടകകക്ഷികളിലും ഇത്തരത്തിൽ അസ്വാരസ്യങ്ങളൊക്കെ പുകയുകയാണ്. എലത്തൂർ നിയമസഭാ മണ്ഡലത്തെ ചൊല്ലി NCPയിലും തർക്കം മുറുകുകയാണ്. താൻ തന്നെ മത്സരിക്കുമെന്ന് AK ശശീന്ദ്രൻ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും ശശീന്ദ്രനെ മത്സരിപ്പിക്കാതെ NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിന്റെ പേര് സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ താൽപര്യം. ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് ജില്ലാ കമ്മിറ്റി. കുവൈറ്റിലെ താൽക്കാലിക സ്പ്രിംഗ് ക്യാമ്പുകളുടെ ലൈസൻസ് റദ്ദാക്കി മുനിസിപ്പാലിറ്റി. ആദ്യ ദിവസം തന്നെ 269 ക്യാമ്പുകൾ സ്വമേധയാ നീക്കം ചെയ്തതായി അധികൃതർ അറിയിച്ചു. മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം സീസണൽ ക്യാമ്പിംഗ് സൈറ്റുകൾക്ക് നൽകിയിരുന്ന താൽക്കാലിക അനുമതികൾ പിൻവലിച്ചതിന്റെ ഭാഗമായാണ് നടപടി. അൽ അഹ്ദി ഗവർണറേറ്റിലെ 6 ക്യാമ്പിംഗ് സൈറ്റുകളിൽ 70 ക്യാമ്പുകൾ ഉടമകൾ സ്വമേധയാ നീക്കം ചെയ്തു. കൂടാതെ അൽവഫ്രയും അരിഫ്ജാൻ പ്രദേശങ്ങളിലുമായി 32 ക്യാമ്പുകൾ മുനിസിപ്പൽ ശുചീകരണ സംഘങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച കേസിൽ KSU പ്രവർത്തകർ നൽകിയ ജാമ്യാപേക്ഷ കോടതി തള്ളി. പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യത്തിൽ തീരുമാനമെടുത്തില്ല. പകരം വ്യാഴാഴ്ച പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയ ആലപ്പുഴ സ്വദേശിനി ഉഷ ജോസഫ് കുട്ടി കൊച്ചി അമൃത ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജായി വീട്ടിലെത്തി. ചികിത്സയ്ക്കിടെ ആരോഗ്യവകുപ്പിൽ നിന്ന് ആരും തങ്ങളെ വിളിച്ചിട്ടില്ലെന്ന് ഉഷയുടെ മകൻ പറഞ്ഞു. ചികിത്സയ്ക്ക് ഒപ്പം നിന്ന കൊച്ചി അമൃത ആശുപത്രിക്ക് നന്ദി അറിയിക്കുന്നതായും മകൻ പറഞ്ഞു. ഉഷയെ KC വേണുഗോപാൽ MP ഇടപെട്ടാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. മാതാ അമൃതാനന്ദമയി മഠം ഇടപെട്ട് ഉഷയ്ക്ക് സൗജന്യമായാണ് ചികിത്സ നൽകിയത്. ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗർഭാശയം നീക്കാനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ് 5 വർഷമാകുന്നതിനിടെയാണ് പുന്നപ്ര സ്വദേശി ഉഷ ജോസഫ് കുട്ടിയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ആർട്ടറി ഫോർസെപ്സ് ആണ് ഉഷയുടെ വയറ്റിൽ ഉണ്ടായിരുന്നത്. 2021 മെയ് 10 ശസ്ത്രക്രിയ. പിന്നീട് നിരന്തരമായ വയറുവേദനയും മൂത്രത്തിൽ രക്തവും കണ്ടതോടെ പലയിടത്തും പരിശോധന നടത്തിയെങ്കിലും കാരണം കണ്ടെത്തിയില്ല. ഒടുവിൽ ആലപ്പുഴയിലെ യൂറോളജി വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തപ്പോഴാണ് വയറ്റിൽ കത്രികയുള്ളതായി മനസ്സിലായത്. തുടർന്ന് KC വേണുഗോപാൽ MP ഇടപെട്ടാണ് ഉഷയെ കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിക്കുന്നത്. അമൃത ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിൽ ഉഷയുടെ വയറ്റിൽ നിന്നും കത്രിക നീക്കം ചെയ്തിരുന്നു. വിദഗ്ധ ചികിത്സയും പൂർത്തിയാക്കിയാണ് ഉഷ ആശുപത്രി വിട്ടത്. ഒരുപാട് വേദന സഹിച്ചെന്നും ചികിത്സയ്ക്ക് ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും
ഉഷ ജോസഫ് കുട്ടി പ്രതികരിച്ചു. എന്നാലും ഞാൻ നല്ല ശരിക്ക് വേദനയൊക്കെ സഹിച്ച് ഞാൻ ഈ 5 വർഷമായിട്ട് വേദന സഹിച്ച് കിടന്നു. അപ്പം എനിക്ക് ഇവിടെ വന്ന് എന്നെ കാണിച്ച് എല്ലാവർക്കും ആയിരം നന്ദി പറയും. എല്ലാ കാര്യത്തിനും എല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ജീവനോടെ ഉണ്ട്. അതേസമയം ചികിത്സ നടക്കുന്നതിനിടെ ആരോഗ്യവകുപ്പിലെ ആരും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ഉഷയുടെ മകൻ പറഞ്ഞു. നമുക്കിവിടെ KC വേണുഗോപാൽ സാറിനോടും അമൃത ഹോസ്പിറ്റലിനോടും എല്ലാവരോടും നമുക്ക് നന്ദിയേ ഉള്ളൂ. ഇത്ര നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതിനും സഹായിച്ചതിനും കൂടെ ഉണ്ടായതിനും എല്ലാത്തിനും നമുക്ക് നന്ദിയുണ്ട്. നല്ലൊരു ആശ്വാസമുണ്ട്. കാരണം ഇത്രയും ദിവസമായിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടെല്ലാം നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് സന്തോഷമുള്ളൂ. ഇത്രയും ദിവസമായിട്ടും ഒരു വട്ടം നമ്മുടെ MLA വിളിച്ചായിരുന്നു, HS എല്ലാം വിളിച്ചായിരുന്നു. അതല്ലാണ്ട് വേറെ ആരും ആരോഗ്യവകുപ്പിൽ നിന്നാണെങ്കിലും വേറെ സ്ഥലത്തുനിന്നൊന്നും നമ്മളാരും വിളിച്ചിട്ടില്ല. കൊച്ചി അമൃത ആശുപത്രിയിലെ ഗ്യാസ്ട്രോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ OV സുധീർ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ KV സജീവൻ, ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ രാധാമണി K എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. ഉഷയുടെ വയറ്റിൽ നിന്നും നീക്കം ചെയ്ത കത്രിക അന്ന് തന്നെ അമ്പലപ്പുഴ DYSPക്ക് കൈമാറിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ദ്വാരപാലക ശില്പ കേസിൽ പത്മകുമാർ സമർപ്പിച്ച സ്വാഭാവിക ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. നേരത്തെ കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. അതിനിടെ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N വാസു കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. വാസുവിന്റെ മൊഴികൾ പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് ED അറിയിച്ചു. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ തന്ത്രി കണ്ഠര രാജീവർക്കും N വാസുവിനും മാർച്ച് ആദ്യവാരം ഹാജരാവാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയിരുന്നു. പ്രാർത്ഥനാ പുണ്യം തേടി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ദേവിയുടെ ഇഷ്ടനിവേദ്യങ്ങൾ ഭക്തർ സമർപ്പിച്ചു. മേൽശാന്തിയാണ് ക്ഷേത്രസന്നിധിയിലെ പണ്ടാര അടുപ്പിൽ തയ്യാറാക്കിയ പൊങ്കാല നിവേദിച്ചത്. ചന്ദ്രഗ്രഹണമായതിനാൽ ഉച്ചകഴിഞ്ഞ് 3:10 മുതൽ രാത്രി 7 മണിവരെ ക്ഷേത്രദർശനം ഉണ്ടായിരുന്നില്ല. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് പല ദിവസങ്ങളിലായി തലസ്ഥാനത്തേക്ക് എത്തിയവർ പുലർച്ചെ മുതൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു. രാവിലെ 9:15 ശുദ്ധ പുണ്യാഹത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. 9:45 തന്ത്രി പരമേശ്വരൻ വാസുദേവൻ പട്ടിത്തിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകർന്നു. ഇതേ ദീപം മേൽശാന്തി വലിയ തിടപ്പള്ളിയുടെ ഭണ്ഡാര അടുപ്പിലും കത്തിച്ചു. പണ്ടാര അടുപ്പിൽ നിന്ന് പകർന്ന ദീപം വായ്ക്കുരവകളുടെ അകമ്പടിയോടെ നഗരത്തിലെ വിവിധയിടങ്ങളിലെ ലക്ഷോപലക്ഷം ഭക്തരുടെ അടുപ്പുകളെ ജ്വലിപ്പിച്ചതോടെ നഗരം യാഗശാലയായി മാറി. ആറ്റുകാലമ്മയ്ക്കു പൊങ്കാല, അമ്മ ആദിപരാശക്തിക്കു പൊങ്കാല. ആറ്റുകാലമ്മയ്ക്കു പൊങ്കാല, അമ്മ ആദിപരാശക്തിക്കു പൊങ്കാല. ദേവിയുടെ ഇഷ്ടവിഭവങ്ങൾ ഒരുക്കിയ ഭക്തർക്ക് പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു. ഉച്ചയ്ക്ക് 2:15 നിവേദ്യം. പണ്ടാര അടുപ്പിലെ നിവേദ്യത്തിന് ശേഷം വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് നിയോഗിച്ചിരുന്ന 350ഓളം ശാന്തിമാർ ഭക്തരുടെ ആത്മസമർപ്പണം നിവേദിച്ചു. പിന്നീടൊരു മടക്കയാത്രയായിരുന്നു. ആത്മസമർപ്പണത്തിന്റെ പൊങ്കാല പൂർത്തിയാക്കി ഭക്തലക്ഷങ്ങൾ മടങ്ങുകയാണ്. ഇനി 1 വർഷത്തെ കാത്തിരിപ്പാണ്. ക്ഷേത്രനടയിൽ നിന്നും ടീം അമൃത ന്യൂസ്. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. VP സിംഗ് മന്ത്രിസഭയിൽ ഉപരിഗതാഗത വാർത്താവിനിമയ മന്ത്രിയായിരുന്നു. നാളെയാണ് സംസ്കാരം. 1971 മുതൽ 1991 വരെ തുടർച്ചയായി 6 തവണ വടകര മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നയതന്ത്രജ്ഞനും വാഗ്മിയുമായ ഉണ്ണികൃഷ്ണൻ UN അടക്കമുള്ള വിവിധ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി പങ്കെടുത്തിട്ടുണ്ട്. ചെന്നൈയിലെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത്. ചെന്നൈയിൽ നിന്നാണ് അദ്ദേഹം നിയമപഠനം പൂർത്തിയാക്കിയത്. ഈ കാലയളവിൽ അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയുമായും
പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായും ബന്ധപ്പെട്ടിരുന്നു. 1960കളിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും 1962 അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിൽ അംഗമാകുകയും ചെയ്തു. മാതൃഭൂമിയിലും മറ്റ് ആനുകാലികങ്ങളിലും പ്രത്യേക ലേഖകനായി നിരവധി ലേഖനങ്ങൾ എഴുതിയിരുന്നു. 1971 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വടകര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവേശിച്ചത്. 1980 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യുയിലേക്കും പിന്നീട് 1984 ഇന്ത്യൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റിലേക്കും മാറിയെങ്കിലും അടുത്ത 5 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം പരാജയപ്പെടാതെ തുടർന്നു. 1981-84 കാലയളവിൽ പാർലമെന്റിൽ കോൺഗ്രസ് സെക്കുലർ നേതാവായിരുന്നു. 1980-82 കാലയളവിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലും അംഗമായിരുന്നു. വിശ്വനാഥ് പ്രതാപ് സിംഗ് മന്ത്രിസഭയിൽ ടെലികമ്മ്യൂണിക്കേഷൻസ്, ഷിപ്പിംഗ്, ഉപരിതല ഗതാഗതം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മന്ത്രിയായിരുന്ന കാലത്ത് ഗൾഫ് യുദ്ധകാലത്ത് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് അദ്ദേഹം മേൽനോട്ടം വഹിച്ചു. 1996 മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ഏക പരാജയം. പിന്നീട് സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച ഉണ്ണികൃഷ്ണൻ തൻ്റെ താവളം ന്യൂഡൽഹിയിലേക്കും പിന്നീട് കോഴിക്കോട് ജില്ലയിലെ പന്നിയങ്കരയിലേക്കുമുള്ള തൻ്റെ തറവാട്ട് വീട്ടിലേക്കും മാറ്റി. പുസ്തകങ്ങൾ വായിക്കുന്നതിലും എഴുതുന്നതിലും സ്വയം സമർപ്പിച്ചു. 1977 അദ്ദേഹം അമൃത ഉണ്ണികൃഷ്ണനെ വിവാഹം കഴിച്ചു. അവർക്ക് 2 പെൺമക്കളുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. T20 ലോകകപ്പിലെ സെമി പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡിനെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ 8ലും തോൽവി അറിയാതെ എത്തുന്ന ദക്ഷിണാഫ്രിക്ക തങ്ങളുടെ ആദ്യ ലോക കിരീടം എന്ന സ്വപ്നത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുകയാണ്. എന്നാൽ സെമി ഫൈനലുകളിലെ സ്ഥിര സാന്നിധ്യമായ ന്യൂസിലാൻഡ് പ്രോട്ടീസിനെ തടയാൻ സർവ്വസജ്ജമായാണ് എത്തുന്നത്. ലോകകപ്പ് വേദിയിലെ നിർഭാഗ്യർ എന്ന വിളിപ്പേര് മായ്ച്ചു കളയുക എന്നതാണ് ദക്ഷിണാഫ്രിക്കയുടെ ലക്ഷ്യം. ഇത്തവണത്തെ ടൂർണമെന്റിൽ ഏറ്റവും കരുത്തുറ്റ ടീമുകളിൽ ഒന്നായി മാറിയ ഈ ടീം നായകൻ എയ്ഡൻ മാർക്രമിന്റെ ഓൾറൗണ്ട് മികവിലും ക്വിന്റൻ ഡീകോക്കിന്റെ വെടിക്കെട്ട് ബാറ്റിംഗിലും ഡേവിഡ് മില്ലറുടെ ഫിനിഷിംഗ് മികവിലും കഗീസോ റബാഡ നേതൃത്വം നൽകുന്ന പേസ് കരുത്തിലുമാണ് പ്രതീക്ഷയർപ്പിക്കുന്നത്. സൂപ്പർ 8ൽ മികച്ച പ്രകടനമാണ് ദക്ഷിണാഫ്രിക്ക കാഴ്ചവെച്ചത്. സമ്മർദ്ദമില്ലാതെ സെമി കളിക്കുക എന്നതാണ് പ്രധാന വെല്ലുവിളി. എന്നാൽ ICC ടൂർണമെന്റുകളുടെ നോക്കൌട്ട് ഘട്ടങ്ങളിൽ അസാമാന്യ പ്രകടനം പുറത്തെടുക്കുന്ന കിവികൾക്ക് ഇത് മറ്റൊരു സാധാരണ മത്സരം മാത്രം. നായകൻ മിച്ചൽ സാന്റനറുടെ ഓൾറൗണ്ട് മികവും രചിൻ രവീന്ദ്ര അടക്കമുള്ള താരങ്ങളുടെ ഫോമും പരിചയസമ്പത്തും കിവികൾക്ക് മേൽക്കൈ നൽകുന്നു. കേശവ് മഹാരാജും മിച്ചൽ സാന്റനറും തമ്മിലുള്ള സ്പിൻ പോരാട്ടം മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കുമെന്നാണ് വിലയിരുത്തൽ. അഹമ്മദാബാദിലെ ഫൈനലിലേക്ക് ആദ്യ ടിക്കറ്റ് ആര് നേടും? ചരിത്രം ആവർത്തിക്കുമോ അതോ പുതിയൊരു വിജയി ഉദയം ചെയ്യുമോ? കാത്തിരുന്നു കാണാം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.